ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ചുക്ക ആണ് കാണിക്കാൻ പോകുന്നത്. ബ്രോയിലർ ചിക്കന് പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതേപോലെ ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്താൽ പിന്നെ ചിക്കൻ ഇങ്ങനെ വെക്കുകയുള്ളൂ. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ കഷ്ണങ്ങളാക്കിയതാണിത്. ഇത് ഇടത്തറി കഷ്ണമാണ്, ചെറുതുമല്ല വലുതുമല്ല, അങ്ങനെ കഷ്ണമാക്കിയ ചിക്കനാണ്. ഇത് 1 കിലോയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഈ മീറ്റ് മസാല റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നതാണ്. ആ മീറ്റ് മസാലപ്പൊടിയാണ് എടുത്തത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 2 വലിയ തക്കാളി. സവാള വലുതാണെങ്കിൽ ഒരു 3 മീഡിയം സൈസ് ആണെങ്കിൽ 4 5 വേണം. 2 തണ്ട് കരിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തെടുക്കുക, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അതും ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഈ സവാള ഞാൻ നേരിയതായിട്ട് അരിഞ്ഞ് വറുത്തെടുക്കുകയാണ്. ഇതുപോലെ വറുത്തെടുക്കണം. അത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും. ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇടുന്നു, ഗരം മസാലപ്പൊടി, നമ്മുടെ മീറ്റ് മസാലപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ നമ്മൾ സവാള വറുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. സോൾട്ട് ഇടണം. സോൾട്ട് ഞാൻ എടുത്തൊന്നും വന്നിട്ടില്ല. സോൾട്ടും കൂടി ഇട്ട് വേണം മിക്സ് ചെയ്യാൻ. 1 ടീസ്പൂണോ 1.5 ടീസ്പൂൺ സോൾട്ട് ഇടാം. അതും കൂടി ഇട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കരിവേപ്പില ഇടാം. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് അരമണിക്കൂർ വെക്കാം. അതിനുശേഷം നമുക്ക് പാനിനകത്തോട്ടിട്ട് വെക്കാം. പാൻ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. ഇനി അധികം വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല. ചിക്കൻ ഇതിനകത്തോട്ട് ഇളക്കി നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ചിക്കൻ വെന്തോളും. അപ്പോഴേ അരമണിക്കൂർ നേരം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ വെന്ത് വെക്കും. അങ്ങനെ നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഈ ചിക്കൻ കറി വെക്കാനായിട്ട്. ഇനി ഞാനിത് തീ ഒന്ന് കുറച്ചിട്ട് അടച്ചു വെക്കുകയാണ്. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കാം.
അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയിടാം. വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. പിന്നെ ഈ വെള്ളത്തിൽ കിടന്ന് ചിക്കന് ഒരു അരമണിക്കൂർ അടച്ചു വെക്കാം. കൂടെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചിരുന്ന് വേകട്ടെ. ഒരു അരമണിക്കൂർ നേരം കൂടെ വെക്കണം. പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഗ്രേവി വേണ്ടവർക്ക് ഈ പാകത്തിനെടുക്കാം. അതല്ലെങ്കിൽ ഒന്നുകൂടെ വെള്ളം പറ്റി നല്ല ബ്രൗൺ നിറമാകണം. അതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഇതിന് ആകെപ്പാടെ സവാള വറുക്കുന്ന ഒരു സമയം മാത്രമേ പോകുന്നുള്ളൂ. അല്ലാതെ തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കാം. ഇത് ഗീ റൈസിനും പൊറോട്ടയ്ക്കും ചോറിനും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. അതിന് പറ്റിയൊരു കറിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.